ഒരേ പ്രശ്നം രണ്ടാളുകളിൽ രണ്ട് വ്യത്യസ്തമായ മാറ്റം വരുത്തുന്നു, രണ്ട് വ്യത്യസ്തമായ ചിന്തകൾ ഉദിപ്പിക്കുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഒരു വീട്ടിൽ തൻ്റെ രണ്ട് മക്കൾ സ്കൂൾ വിട്ട് വരാൻ വൈകുമ്പോൾ ആ മാതാവ് ചിന്തിക്കുന്നത് ഭയങ്കര ടെൻഷനാണ്. മാതാവ് ചിന്തിക്കുന്നത്, എന്തു പറ്റി, എൻ്റെ കുട്ടിക്ക് വല്ല ആക്സിഡൻറ്റ് പറ്റിയോ, വല്ല ബുദ്ധിമുട്ടുകൾ നേരിട്ടോ, വല്ല പ്രയാസം നേരിട്ടോ. ഒരുപാട് മിസ്സിംഗ് കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, വായിക്കാറുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ മാതാവ് ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ പിതാവുണ്ട്. ആ പിതാവ് ചിന്തിക്കുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. പിതാവ് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ആ പിതാവ് ചിന്തിക്കുന്നത് തൻ്റെ കുട്ടി സ്കൂളിൽ ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകാം, ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൻ്റെ ഇന്നലെയോ മിനിഞ്ഞാന്നോ കരുതി വെച്ച ഒരല്പം സമ്പത്ത് കൊണ്ട്, ഒരല്പം രൂപ കൊണ്ട്, 10-20 രൂപ കൊണ്ട് അപ്പുറമുള്ള കടയിൽ പോയി ചോക്ലേറ്റ് വാങ്ങി അതും കൂടി കഴിച്ച് രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇച്ചിരി വൈകി വരാൻ എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി, അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ പോയി ഒരു കേക്കൊക്കെ മുറിച്ച് ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ അതൊക്കെ കഴിച്ച് വരാമെന്ന് കരുതി തൻ്റെ പിതാവോട് പറയാമല്ലോ പോയിട്ട്, മാതാവോട് പറയാമല്ലോ പോയിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ സമയം ചെലവഴിക്കുന്നതാകാം ആ കുട്ടിയെന്നാണ് പിതാവ് ചിന്തിക്കുന്നത്. ഇവിടെ ഒരേ പ്രശ്നം രണ്ടാളുകൾ കാണുന്നത് രണ്ട് വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരാൾ നെഗറ്റീവായി അതിനെ ചിന്തിക്കുമ്പോൾ ഒരാൾ പോസിറ്റീവായി ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കത് പോസിറ്റീവായി ഒരു പ്രശ്നം വരുമ്പോൾ ചിന്തിക്കാൻ സാധിക്കാത്തത്? ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണ്, അതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് പോസിറ്റീവായിട്ട് നല്ലതേ ഉണ്ടാകും, നല്ലത് മാത്രമാണതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സമാധാനം, ശാന്തിയും ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഒരേ പ്രശ്നത്തിൽ രണ്ടാളുകൾക്ക് രണ്ട് വിധം ചിന്തകൾ? പല ആളുകളും പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ പല ആളുകൾ നെഗറ്റീവ് ചിന്തിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കാമെന്നാണ് ഈ ഒരു ചെറിയ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിരന്തരം നമുക്കറിയാം, നമ്മൾ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ പല്ല് തൊലിക്കുന്നതിന് മുമ്പേ, ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ പലപ്പോഴും മീഡിയാസ് തുറക്കാറുണ്ട്. ഫേസ്ബുക്കും തൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും, വാട്സപ്പിൽ വന്ന മെസ്സേജുകളും, ഫേസ്ബുക്കും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. വീഡിയോയിൽ കേട്ട ലൈക്കുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ, അതിന് മറുപടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി അങ്ങനെ അല്ലെങ്കിൽ പുതിയ അപ്ലോഡ്സുകൾ എന്താണ്, പുതിയ വീഡിയോസുകൾ വന്നത് എന്ന് സംബന്ധിച്ച് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നോക്കാറുണ്ട്. അവിടെ മീഡിയകൾ അധികവും ഈ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്, ബലാത്സംഗ കേസുകൾ, മോഷണ കേസുകൾ, ഇങ്ങനെയുള്ളത് ഭയങ്കര ഹൈഡ് ചെയ്ത് ഭയങ്കര ന്യൂസൊക്കെ അത് അവരൊരു ജോലി എന്ന പോലെ ചെയ്യുന്നു. പക്ഷേ അങ്ങനെയുള്ളതിന് ആളുകൾ കൂടുതലാണ് കാണാൻ. അതിന് ക്യൂരിയോസിറ്റി ആളുകൾക്ക് കൂടുതലാണ് അങ്ങനെയുള്ളത് കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നു, നമ്മുടെ ഫോണിലേക്കും അത് വരുന്നു, നമ്മളത് കാണുന്നു. 1 ദിവസം, 2 ദിവസം, 3 ദിവസമല്ല, നിരന്തരമായി ഇത് കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിത്വമായി മാറുന്നു, നമ്മളങ്ങനെ ചിന്തിക്കുന്നവരായി മാറുന്നു. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് പൂർണ്ണമായും ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകും ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ. വീടൊക്കെ പൂട്ടി ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്ത് ടൂർ പോവുകയാണ്, അല്ലെങ്കിൽ പാർക്കിലോ ബീച്ചിലോ പോവുകയാണ് ആഹ്ലാദത്തിന് എന്ന് സന്തോഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വീട് പൂട്ടി പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പിന്നെ ചിന്തിക്കുന്നത്, പോകുന്ന വഴിക്കൊക്കെ ഈ ഭാര്യ ചിന്തിക്കുന്നത്, കള്ളന്മാർ വരുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ആരെങ്കിലും വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുമോ, അങ്ങനെയുള്ള ചിന്തകളാണ്. കാരണം നിരന്തരമായി അവർ കാണുന്നത് കളവ് കേസുകളും അല്ലെങ്കിൽ വീട് മോഷണവുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് അവർ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളാണ് അവർ ഉദിക്കുക. നേരെ മറിച്ച് ഭർത്താവ് പറയുന്നത് എന്താ, അത് ആ ഒരഭിപ്രായം ഭാര്യ ഭർത്താവോട് പങ്കുവച്ചാൽ പോലും ആ ഭർത്താവ് പറയുന്നത് എന്താണ്? ആ ഭർത്താവ് പറയുന്നത് അത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രം എന്താണുള്ളത്, എടുത്തു കൊണ്ടുപോകാൻ മാത്രം എന്താണുള്ളത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീടില്ലേ, അപ്പുറം ഇപ്പുറം വീടുണ്ട്, തൻ്റെ ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്, അതുപോലെ പകൽ സമയമാണ്, എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ചിന്തകളാണ് ഭർത്താവിൻ്റെ മനസ്സിലുള്ളത്, ഹൃദയത്തിലുള്ളത്. ഇവിടെ മറ്റൊരു സ്ഥലത്ത് തൻ്റെ ഭാര്യ പോസിറ്റീവ് ചിന്തകൾ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ കാണുന്ന നിരന്തരമായി ഇങ്ങനെയുള്ള വാർത്തകളും ന്യൂസുകളുമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ഇത് ഉത്ഭവിക്കാനുള്ള കാരണം, പോസിറ്റീവ് ചിന്തകൾ വരാനുള്ള കാരണം എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന അറിവാണ് അതത് ഒരു വ്യക്തിത്വം തന്നെ അറിവിലാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തെറ്റില്ല. കാരണം അദ്ദേഹം സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്, തൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്, തൻ്റെ അധ്യാപകന്മാരിൽ നിന്ന് സ്വീകരിക്കുന്നത്,
തൻ്റെ സമൂഹത്തിലും തൻ്റെ കുടുംബത്തിലും താൻ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ താൻ സ്വീകരിക്കുന്ന അറിവുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാനെന്ന എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളും ഞാൻ കേൾക്കുന്ന വാർത്തകളും ഞാൻ കേൾക്കുന്ന ന്യൂസുകളും അല്ലെങ്കിൽ ഞാൻ കാണുന്ന വീഡിയോസുകളും ഞാൻ എൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും ഇടപഴകുന്ന ഞാനുമായി ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകളുമായി അവിടുന്നൊക്കെ കിട്ടുന്ന നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ഒരു സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നല്ല ചിന്തകളുണ്ടാകാൻ, നല്ല പോസിറ്റീവ് ചിന്തകൾ മാത്രം ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതാക്കണമെങ്കിൽ, നമ്മൾ കാണുന്നത് നല്ലതായാൽ, നമ്മൾ വായിക്കുന്നത് നല്ലതായാൽ, നമ്മൾ ഇടപഴകുന്നത് നല്ലതായാൽ അതൊക്കെ സെറ്റായി. പക്ഷേ ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ നടക്കുമ്പോൾ തീർച്ചയായും നടക്കുകയില്ല. നിരന്തരമായി ഇത് തന്നെ ചെയ്യണം, മാസങ്ങളോളം ചെയ്യണം. കാരണം നിരന്തരമായി നമ്മൾ നെഗറ്റീവിലായിരുന്നു അവിടുന്ന് നമ്മൾ പോസിറ്റീവിലേക്ക് വരേണ്ടത്. പല വീഡിയോസുകളും യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ സംഭവിക്കും, അവിടെ പറയുന്നത് കാണാം, പുതിയൊരു മനുഷ്യനാകാം, പുതിയൊരു മനുഷ്യനായി നിങ്ങൾക്ക് മാറാം, ഇങ്ങനെ തുടങ്ങി നിരവധി വീഡിയോസുകൾ ഞാൻ ഒരുപാട് വീഡിയോസുകൾ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ഇരുന്ന് ചിന്തിച്ച്, അതായത് ബ്രീത്ത് ഔട്ട് പോലുള്ള വ്യായാമങ്ങൾ, ബ്രെയിനിന് വ്യായാമങ്ങൾ അത്യാവശ്യമാണ്. നമ്മളെ ശരീരം ഭക്ഷണം കൊണ്ട് പുഷ്ടിച്ച്, നമ്മളറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആരോഗ്യമായി ഒരു പനി ബാധിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം വന്നാൽ, ഒരു വയറിനൊരു പ്രശ്നം, നമ്മൾ ആദ്യം ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണം, അവിടെ ഒരു ഡയറ്റിങ് നമ്മൾ രൂപപ്പെടുത്തുകയാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. അതേപോലെയാണ് നമ്മളെ ബ്രെയിനിന് ചിന്തകളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരുമ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് ബ്രെയിനിന് നൽകുന്ന വ്യായാമങ്ങൾ നൽകുക. പിന്നെ ഒരുപാട് വ്യായാമങ്ങൾ നമുക്കറിയാം, സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വ്യായാമങ്ങൾ നൽകുക, നല്ല യോഗ പോലുള്ള വ്യായാമങ്ങൾ നൽകുക ബ്രെയിൻ. അതേപോലെ നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലവരുമായി ഇടപഴകുക, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മളെവിടെയെങ്കിലും പോയാൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവൻ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവൻ, നമ്മളെ കളിയാക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെന്ന് ചെയ്താൽ നല്ല നല്ല കമൻറ്റുകൾ പറയുന്ന, നല്ല വാക്കുകൾ നമ്മൾക്ക് നൽകുന്ന, നല്ല പ്രോത്സാഹനം നൽകുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂടെ സമയം നമ്മൾ ചെലവഴിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അതുപോലെ ഒരു ഡയറി കരുതി വെക്കുക, ഒരു നോട്ട് പുസ്തകം കരുതി വെക്കുക, നമ്മളെക്കുറിച്ച് ആളുകൾ പറഞ്ഞ നല്ല വാക്കുകൾ അതിൽ എഴുതി വെക്കുക. ദിനം പ്രതി ഒരു ദിവസം 3 കാര്യങ്ങളെങ്കിലും എഴുതി വെക്കണമെന്നാണ് പഠനം പറയുന്നത്. 3 കാര്യങ്ങളും ഡെയിലി നിൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, അതിസുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതും ആസ്വദിക്കുന്നുണ്ട്. അതൊരു നന്ദി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്മരിക്കാം. ഇതുപോലെ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു, ചന്ദ്രൻ്റെ നിലാവിലകൾ ആസ്വദിക്കുന്നു, അതുപോലെ നല്ല ശുദ്ധമായ വായു കിട്ടുന്നു. ദിനം പ്രതി ഒരാൾ ഓക്സിജൻ വെച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഓരോ ആളുകൾ തൻ്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ്, പക്ഷേ നമുക്ക് ആരോഗ്യമുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ആയുസ്സുണ്ട്. ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ ഇടയിൽ പോയി, പക്ഷെ നമുക്ക് ഇന്നും ആയുസ്സുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ ആരോഗ്യമുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, സംസാരിച്ച മനസ്സിൽ, അങ്ങനെ പലതും നമ്മളുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അത് എഴുതി വെക്കുക. അതുപോലെ നമ്മൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവരെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ മാതാവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളിലൊക്കെ നമുക്ക് വളരെ കൺകുളിർമയാണ് ഭയങ്കര. അവരെ കാണുമ്പോൾ സന്തോഷം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇടപഴകുമ്പോൾ, അവരെന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വികൃതി ചെയ്യുമ്പോൾ പോലും നമ്മൾ ആസ്വദിക്കുകയാണ് പലപ്പോഴും. അങ്ങനെയുള്ള നല്ല മൂമെൻറ്റുകൾ ജീവിതത്തിൽ ആസ്വദിച്ച് അങ്ങനെയുള്ളൊരു ജീവിത രീതി നമ്മൾ ചിട്ടപ്പെടുത്തുക. അതേപോലെ നമ്മൾ കാണുന്ന വാർത്തകൾ നല്ലതാക്കുക. നമുക്കറിയാം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് വെച്ച ആളുകൾ അവരുടേതായിരിക്കും വീണ്ടും വരിക. അതേപോലെ നമ്മൾ വീണ്ടും കണ്ടത്, നമ്മൾ എന്താണോ കാണുന്നത് അതനുസരിച്ചുള്ളതായിരിക്കും വീണ്ടും വരിക. നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചാലും അല്ലെങ്കിലും. അപ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്ന് കൺട്രോളാക്കി വെക്കുക. എന്താണോ അകത്തേക്ക് കൊടുക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തോടെ നമ്മൾ അകത്തേക്ക് കൊടുക്കുക. നല്ല നല്ല വാർത്തകൾ കൊടുക്കുക, നല്ല ന്യൂസുകൾ കൊടുക്കുക. അതേപോലെ നല്ല നല്ല മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്, അതൊക്കെ കേൾക്കുക. അങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി സമയം വിനിയോഗിക്കുക. അതുപോലെ സമയത്തിന് ഒരു ടൈം ടേബിളിറ്റി സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ഇന്ന സമയത്ത് ഇന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ഇതൊരു കൺട്രോളിങ്. നമ്മളെ മൊബൈലൊക്കെ പലരും പറയാറുണ്ട്, എത്ര മൊബൈൽ കൺട്രോളാക്കാൻ ചിലപ്പോൾ നോക്കിപ്പോകുന്ന കൈമയുള്ളത് കൊണ്ടാണ്. എവിടെയെങ്കിലും ഒക്കെ ഇത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പരിധി സമയം നിശ്ചയിക്കുക, കൃത്യമായ സമയം നിശ്ചയിച്ച് ആ സമയത്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ നല്ല നല്ല ന്യൂസുകളും നല്ല കാര്യങ്ങളും കേട്ടാൽ നല്ലതേ അതിൽ വരും, കണ്ടാൽ
കിടന്നാലും പ്രശ്നമില്ല അത്ര. അതുപോലെ ചില ആളുകൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, തീരെ ഉറക്കമില്ല, എപ്പോഴും ടെൻഷനാണ്, ഉറക്കം വരുന്നില്ല, ടെൻഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ, ഉറക്കം വരാത്ത അവസ്ഥ. അവരൊക്കെ ചെയ്യേണ്ടത് 2-3 മണിക്കൂർ മുമ്പ്, ചുരുങ്ങിയത് 2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക, മൊബൈൽ മാറ്റി വെക്കുക. എന്നിട്ട് ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ഇടപഴകുക. അതായത് ഈ മോശപ്പെട്ട കാര്യങ്ങൾ, മോശം ചിന്തകളിൽ നിന്ന് പോസിറ്റീവ് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ. അതേപോലെ അതിനൊക്കെ വിട്ട് നിന്നിട്ടാകുമ്പോൾ നമുക്ക് നല്ല ഉറക്കം വരും, നമ്മൾ ചിന്തകൾ കൊണ്ട് ഉറക്കം വരാത്ത. അതുപോലെ ഉറങ്ങുന്ന സമയത്ത് നല്ല ചെറുതായിട്ട് ചെറിയ പ്രസംഗമോ, ചില ആളുകൾ പാട്ടം കേൾക്കാറുണ്ട്. പക്ഷെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് നേരം കേട്ടിട്ട് ഉറക്കം കിടക്കുക. കാണരുത്, കണ്ടാൽ ആ ലൈറ്റിൻ്റെ ഇത് കൊണ്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ കേൾക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെറുതായി കേട്ട് കിടക്കുക. അതേപോലെ തയ്യാറാകുക, പിരിപ്പും കടക്കയും കാര്യങ്ങളൊക്കെ നട്ടി പിരിച്ച് റെഡിയാക്കി വെക്കുക. അത് എന്നും നമ്മൾ എണീച്ച ഉടനെ കൃത്യമായി വെക്കുക. വീട്ടിൽ തൻ്റെ ഭാര്യയോ തൻ്റെ മക്കളോ ആരും ചെയ്തില്ലെങ്കിലും നമ്മൾ സ്വയം ചെയ്യുക. നല്ലൊരു ബെഡ് നമ്മളവിടെ സെറ്റിക്കുകയാണെങ്കിൽ, നമ്മുടെ ബെഡ്റൂം സുന്ദരമാക്കുകയാണെങ്കിൽ സുന്ദരമായി ഉറങ്ങാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. ഞാൻ പറഞ്ഞു, നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക, നല്ലത് പറയുക, നല്ല സ്റ്റാറ്റസ് വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ദിനംപ്രതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ചിന്തകളും നല്ലതാകും, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നല്ലതാകും, നമ്മുടെ ചിന്തകൾ നല്ലതാകും, പോസിറ്റീവ് ചിന്തകൾ മാത്രം വരും. ഒരു പ്രശ്നം വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.